പ്രിയ മിത്രങ്ങൾക്ക് ഇന്നത്തെ കഥയിലേക്ക് നല്ലൊരു സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് വിനയൻ. എന്റെ വീട് ആലപ്പുഴയിലാണ്. വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് ആൺമക്കളുമായിരുന്നു. എനിക്ക് എറണാകുളത്ത് ഒരു കമ്പനിയിലായിരുന്നു ജോലി. വിവാഹം കഴിഞ്ഞിട്ട് 2 കൊല്ലമാകുന്നു. അവളുടെ പേര് സ്മിത. അവൾക്കും എന്റെ കൂടെ തന്നെയാണ് ജോലി. ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെ ആയിരുന്നു താമസം. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. വൈഫിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും. അച്ഛൻ ഗൾഫിലാണ്. ഞാൻ അവിടെ എല്ലാവരുമായി നല്ല അടുപ്പത്തിലും സ്നേഹത്തിലുമാണ്. എന്ത് കാര്യത്തിലും എനിക്കവിടെ വലിയ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾ എറണാകുളത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അമ്മായിയമ്മയെ കാണാൻ കൊല്ലത്ത് പോകുമായിരുന്നു. അവിടെ അമ്മായിയമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞായറാഴ്ച എല്ലായിടത്തും ഒന്ന് കറങ്ങണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മായിയമ്മയുടെ ഒരു ഫോൺ കോൾ വന്നത്. മോനെ, അമ്മയ്ക്ക് ഗുരുവായൂരിൽ അമ്പലത്തിൽ വരെ ഒന്ന് പോകണം. ഒരു നേർച്ചയുണ്ട്. അത് ഒരുപാട് നാളായി മുടങ്ങിക്കിടക്കുന്നു. എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. അതിനുവേണ്ടി നീ വന്ന് അമ്മയെ ഒന്ന് ഗുരുവായൂരിൽ കൊണ്ടുപോകണം, അമ്മ പറഞ്ഞു. അതിനെന്താ അമ്മേ, നാളെ തന്നെ പോകാമല്ലോ. നാളെ തിങ്കളാഴ്ചയല്ലേ, ഞാൻ ലീവ് എടുക്കാം. അമ്മ റെഡി ആയിക്കോ, ഞാൻ പറഞ്ഞു. വൈഫും പറഞ്ഞു, ആ നല്ല കാര്യമായേട്ടാ, ഏട്ടനും അമ്മയുടെ കൂടെ പോയെന്ന് തൊഴിൽ. അങ്ങനെ ഞാൻ വെളുപ്പിനെ തന്നെ എന്റെ കാറിൽ കൊല്ലത്തേക്ക് തിരിച്ചു. ആദ്യമായാണ് അമ്മായിയമ്മയുടെ കൂടെ ഒരു ലോങ് ഡ്രൈവ്, അതും ഒറ്റയ്ക്ക്. മോനെ, അവള് വന്നില്ലേടാ, അമ്മായിയമ്മ ചോദിച്ചു. ഇല്ലമ്മേ, അവൾക്ക് ഓഫീസിൽ കുറച്ച് വർക്ക് തീർക്കാനുള്ളത് കൊണ്ട് അവള് വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴോ അവിടെ എങ്ങും റൂം കിട്ടാനില്ല. ഒരു ലോഡ്ജിൽ ചെന്നപ്പോൾ ഒരു ഫാമിലി റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ റൂമൊന്നും ഇല്ലാത്തതിനാൽ കിട്ടിയത് ഞങ്ങൾ അങ്ങ് ബുക്ക് ചെയ്തു. അമ്മായിയമ്മയ്ക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി. ഞാൻ ഡ്രൈവ് ചെയ്ത ക്ഷീണം മാറ്റാൻ വേണ്ടി അല്പനേരം ബെഡിൽ കിടന്നു. ചെറുതായൊന്ന് മയങ്ങിക്കാണും. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അതാ അമ്മായിയമ്മ ചെറിയൊരു ടവൽ മാത്രം ധരിച്ചുകൊണ്ട് കുളിമുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ ആകെ അന്താളിച്ചു പോയി. അമ്മായിയമ്മ ഞാൻ ഉറങ്ങുന്നെന്ന് കരുതി എന്നെ ശ്രദ്ധിക്കാതെ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്നു. ഞാൻ അമ്മായിയമ്മയെ നോക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഓ, ഇത്രയും സൗന്ദര്യം, ആകപ്പാടൊരു ഹോട്ട് ലുക്ക്. ഞാൻ പതുക്കെ ഇടം കണ്ണിട്ട് അമ്മായിയമ്മയെ നോക്കാൻ തുടങ്ങി. ഞാൻ ഉറങ്ങിയെന്ന് കരുതി അമ്മായിയമ്മ ടവലിനുള്ളിലൂടെ ദേഹത്തെല്ലാം ക്രീം തേക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ശരീരം മൊത്തം വിറയൽ അനുഭവപ്പെട്ടു. ആദ്യമായിട്ടാണ് എനിക്ക് ആ കൊഴുത്ത ശരീരത്തോട് ഇങ്ങനെ വികാരം തോന്നി തുടങ്ങിയത്. പക്ഷേ മനസ്സിൽ ചെറിയൊരു കുറ്റബോധവും. ടവലൊന്ന് കയറ്റി വിടുത്തതിന് ശേഷം അമ്മായിയമ്മ ഞാൻ കിടക്കുന്ന ഒരു വശത്തേക്ക് തിരിഞ്ഞ് ചെറുതായി ഉണർന്നു കിടക്കുന്ന എന്നെ കണ്ട് അമ്മായിയമ്മ പെട്ടെന്നാണ് ഞെട്ടിയത്. എങ്കിലും പെട്ടെന്നൊന്ന് ചിരിച്ചു. ആ, മോൻ ഉണർന്നോടാ, ഞാൻ കുളിച്ചു, നീ വേഗം റെഡിയായി വാ, നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം. കട്ടിലിൽ കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് ആ വെളുത്തു കൊഴുത്ത ശരീരം മറച്ച് അമ്മായിയമ്മ പറഞ്ഞു. പേടിയും കുറ്റബോധവും കൊണ്ട് ഞാൻ ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലായി. എന്റെ ഭാര്യയുടെ സ്വന്തം അമ്മയാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ നോക്കിയത്, അതും ഒരു വെറും ടവൽ മാത്രം കൊടുത്ത് നിൽക്കുമ്പോൾ. പക്ഷെ ആലോചിക്കും തോറും എനിക്ക് വീണ്ടും വീണ്ടും വികാരം കൂടിയതേ ഉള്ളൂ. അമ്മായിയമ്മയ്ക്ക് ഗുരുവായൂര് ഒരു ദിവസം തങ്ങി എന്തൊക്കെ വഴിപാട് ചെയ്യണം. അത് കാരണം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ റൂമിലെത്താൻ വൈകി. ആകെ ക്ഷീണിച്ചു വന്ന് കയറിയപ്പോഴേക്കും നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ വന്ന പാടെ പെട്ടെന്ന് ഫ്രഷായി കയറി ബെഡിൽ കിടന്നു. ഒരു ഡബിൾ ബെഡായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നത്. അല്പസമയം കഴിഞ്ഞു കാണും അമ്മായിയമ്മയും വന്ന് കിടന്നതുപോലെ. ഞാനാണെങ്കിൽ അങ്ങ് ഉറങ്ങിപ്പോയി. കിടന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. ഞാൻ കണ്ണു തുറന്നു നോക്കി. റൂമിലാണെങ്കിൽ ഒരു മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു. ഞാൻ ഇടത്തോട്ട് ചരിഞ്ഞാണ് കിടന്നിരുന്നത്. അമ്മായിയമ്മയും അതുപോലെയാണ് കിടക്കുന്നത്. അതായത് അമ്മായിയമ്മയുടെ പുറകുവശത്തിന് നേരെയാണ് ഞാൻ കിടക്കുന്നത്. പെട്ടെന്നാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഞാൻ അമ്മായിയമ്മയോട് വളരെ ചേർന്നാണ് കിടക്കുന്നതെന്ന്. ഉറക്കത്തിൽ എപ്പോഴോ അറിയാതെ രണ്ടാളും ചേർന്നതാണ്. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, എന്റെ അരക്കെട്ട് അമ്മായിയമ്മയോട് അമർന്നാണ് ഇരിക്കുന്നത്. നല്ല ഉറക്കമായതുകൊണ്ട് അമ്മായിയമ്മ അറിഞ്ഞിട്ടില്ല. എനിക്കെന്തോ അങ്ങനെ കിടക്കുമ്പോൾ നല്ല സുഖം തോന്നി.
ഞാൻ പതുക്കെ അമ്മായിയമ്മയുടെ ബാക്കിൽ ഒന്നുകൂടെ അമർത്തി. ഹോ, എന്തൊരു പതുപതുപ്പ്! അമ്മായിയമ്മ ഒരു നൈറ്റി ആയിരുന്നു ധരിച്ചിരുന്നത്. ഞാൻ അമ്മായിയമ്മയുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. ഇപ്പോൾ അമ്മായിയമ്മയുടെ മുടിക്കെട്ടിൽ എന്റെ മുഖം അമർന്നിരിക്കുകയാണ്. അമ്മായി മുടി കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അതിൽ നിന്നും ഒരു സുഗന്ധം എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ആ ഗന്ധം എന്നെ മത്തു പിടിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അമ്മായിയുടെ ബാക്കിൽ ഒന്നുകൂടെ അമർത്തി. ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഖം ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ഞാൻ ഉറക്കത്തിൽ എന്ന പോലെ അമ്മായിയുടെ വയറിന് മുകളിലേക്ക് അറിയാത്ത രീതിയിൽ ഞാൻ കൈവച്ചു. അമ്മായിയുടെ വയറിന്റെ സൈഡിൽ ഞാൻ പതുക്കെ ഒന്ന് അമർത്തി. പെട്ടെന്ന് അമ്മായിയമ്മ ഒന്ന് ശരീരം ഇളക്കി. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ കൈ ഇങ്ങ് പിൻവലിച്ചു. എന്നിട്ട് അറിയാത്ത രീതിയിൽ ശരിക്ക് കിടന്നു. പിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് ധൈര്യം വന്നില്ല. പിറ്റേ ദിവസം അമ്മായിയമ്മയ്ക്ക് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാനുണ്ടായിരുന്നു. അമ്മായി രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ ഞാൻ അമ്മായിയമ്മയെ അടിമുടിയൊന്ന് നോക്കി. വെളുത്ത് അത്യാവശ്യം നല്ല തടിയുള്ള ശരീരമാണ് അമ്മായിക്ക്. നല്ല ചുവന്നു തുടുത്ത ചുണ്ടുകൾ, നല്ല വടിവത്ത ശരീരം, ഒട്ടും ഉടവ് തട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ആ തടിച്ചുരുണ്ട ബാക്ക് നടക്കുമ്പോൾ ചെറുതായിട്ട് തുള്ളിക്കളിക്കുന്നു. ഇതിലാണല്ലോ ഞാൻ ഇന്നലെ അമർന്നു കിടന്നത് എന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് വീണ്ടും തരിച്ചു കയറി. എന്റെ തുറച്ചു നോട്ടം കണ്ടിട്ട് അമ്മായി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? അത് അമ്മായി ആകെ അങ്ങ് ഗ്ലാമറിലാണല്ലോ, അത് നോക്കി നിന്ന് പോയതാ ഞാൻ. ഓ, ഒന്ന് പോടാ. വെറുതെ അമ്മായി ചിരിച്ചു. എങ്കിലും ആ മുഖം നല്ല രീതിയിൽ ചുവന്ന് തുടുത്തിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരികെ ലോഡ്ജിലെത്തിയപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു. അമ്മായി വേണേലൊന്ന് ഫ്രഷായി വാ, ഞാൻ കഴിക്കാൻ ഓർഡർ ചെയ്യാം, ഞാൻ പറഞ്ഞു. അമ്മായി ടവലും എടുത്ത് ബാത്റൂമിൽ കയറി. ഞാനാണെങ്കിൽ TV ഓൺ ചെയ്ത് ചാനൽ മാറ്റി കണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് 2 തവണ ബാത്റൂമിന്റെ നേരെ പാളിയൊന്ന് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അല്പം കഴിഞ്ഞതോടെ അമ്മായിയമ്മ പുറത്തിറങ്ങി. വേഷമെല്ലാം മാറിയിരിക്കുന്നു. ആ കാഴ്ച കണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്റെ കത്തുന്ന നോട്ടം കണ്ടിട്ടാണ് അമ്മായിയമ്മ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഞാൻ പതുക്കെ എഴുന്നേറ്റ് നനഞ്ഞ ടവൽ കൊണ്ട് തലമുടി തോർത്തുന്ന അമ്മായിയമ്മയുടെ പിന്നിൽ ചെന്ന് നിന്നു. അഴിച്ചിട്ട ആ മുടിയിഴകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീഴുന്നു. ഞാൻ വലത് കൈ അമ്മായിയമ്മയുടെ നഗ്നമായ അരക്കെട്ടിലൊന്ന് പിടിച്ചു. അമ്മായിയമ്മ ഞെട്ടി കണ്ണു ധരിച്ചെന്നെ ഒന്ന് നോക്കി. മോനെ, എന്താ ഇത്? അമ്മായിയമ്മ എന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ട് അല്പം പരിഭ്രമിക്കും പോലെ ചോദിച്ചു. ഞാൻ ഒന്നും പറയാതെ ഇടത് കൈ അമ്മായിയമ്മയുടെ പുറം കഴുത്തിൽ പിടിച്ചുകൊണ്ട് ആ മുഖം എന്നോട് അടുപ്പിച്ചു. മെല്ലെ ആ കൈകൾ അമ്മായിയമ്മയുടെ തടിച്ചുരുണ്ട ബാക്ക് ലക്ഷ്യമാക്കി നീങ്ങി. അമ്മായി അല്പം എതിർക്കുന്നത് പോലെ എന്നെ തള്ളി മാറ്റാൻ നോക്കി. പക്ഷെ ഞാൻ വിട്ടില്ല. ഞാൻ ബലമായി അമ്മായിയമ്മയെ ചുറ്റി വരിഞ്ഞു. എന്റെ കൈയെത്തുന്നിടമെല്ലാം ആഞ്ഞു ഞെരിച്ചമർത്തി ഞാൻ. എനിക്കാണെങ്കിൽ ആകെ ആവേശമായി. പിന്നെ ഒന്നും നോക്കിയില്ല. അമ്മായിയുടെ സഹകരണത്തോടെ ഞങ്ങൾ 2 പേരും കുത്തിമറിഞ്ഞു. 2 പേർക്കും കുറ്റബോധമൊന്നും ഇല്ലാതെ ഞങ്ങൾ നന്നായി തന്നെ ആസ്വദിച്ചു. എപ്പോഴോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തളർന്നു കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. എനിക്കാണെങ്കിൽ വീണ്ടും രക്തം തിളയ്ക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഇനി പേടിച്ചു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു റൗണ്ട് കൂടി ആകാശത്തേക്ക് വെടിവെച്ചു.